ഈ ഒരു സംഭവം നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ തൊട്ടേ ഭയങ്കര വെയിറ്റ് ചെയ്ത് നിന്നതാട്ടോ, ഒന്ന് രാത്രി ആവാൻ വേണ്ടിയിട്ട്. ഇത് സോളാർ ലൈറ്റ് ആണ്. എനിക്ക് കൊളാബ് വന്നായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോക്കി നിന്ന് അത് സെറ്റായി എന്ന് കണ്ടതിന് ശേഷമാണ് നമ്മൾ സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാനും ദൃശ്യേച്ചിയും പൊന്നൂസും ആദർശനും മക്കളൊക്കെ കൂടിയിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. മുക്കത്തുള്ള PC യിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ മിക്കവാറും ഇവിടേക്ക് ഞാട്ടോ എപ്പോഴും പോവാറ്. മുക്കത്തേക്ക് ഫിലിം കാണാൻ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ എപ്പോഴും PC ക്ക് തന്നെ കൊടുക്കാറ്. പിന്നെ ടിക്കറ്റൊക്കെ കിട്ടാതെ ആകുമ്പോഴാണ് നമ്മൾ വേറെയും തിയേറ്ററൊക്കെ നോക്കാറ് കേട്ടോ. അപ്പോൾ തുമ്പമ്മേനെ പൊന്നൂസ് എടുത്തിട്ടുണ്ട്. അവളാച്ചൊക്കെ നല്ല ഉറക്കക്കാർ കയറിയപ്പോൾ തൊട്ടേ ഉറങ്ങിയതാണ് കേട്ടോ. പിന്നെ ആദർശേട്ടനും ദൃശ്യേച്ചി ഇത് ടിക്കറ്റ് എടുക്കാണ് കേട്ടോ. പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ മിക്കതും ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടാണ് വരാറ്. ഇന്ന് ഒരുപാട് സീറ്റ് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ ഇവിടെ വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 9:15 ഷോ ആയിരുന്നു. നമ്മളൊരു 8 മണിയാകുമ്പോഴേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം നമുക്ക് കുറച്ച് ഷോപ്പ് ചെയ്യാണ്ട്, കുറച്ച് ഫാൻസി ഐറ്റംസ്, പിന്നെ അമ്മയ്ക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കണം, അങ്ങനെ കുറച്ച് ഒരു പർച്ചേസിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുക്കത്തിന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഒരുപാട് ഷോപ്പ് ഉണ്ട്. ഞാൻ മുന്നേ PSC ക്ലാസ്സിന് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഞാൻ കുറേ ഷോപ്പുകൾ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ നിന്നൊന്നും വാങ്ങിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഇപ്പം ഇങ്ങനെ ഒരു ടൈം കിട്ടിയപ്പോൾ ഞാൻ വേഗം അതൊക്കെ ഒന്ന് യൂട്ടിലൈസ് ചെയ്യാൻ വിചാരിച്ചു കേട്ടോ. ആദ്യം നമ്മളൊരു തുണി ഷോപ്പിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് അമ്മയ്ക്കുള്ള ഡ്രസ്സുകളൊക്കെ ദൃശ്യേച്ചി നോക്കാൻ കേട്ടോ. കുറേ നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അത്യാവശ്യത്തിന് ബഡ്ജറ്റ് ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളി 3-piece സെറ്റ്, നല്ല പാർട്ടി വെയേഴ്സ്, അങ്ങനെയൊക്കെ അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് അമ്മയ്ക്ക് നമുക്ക് ഇഷ്ടமான രീതിക്കുള്ള നമ്മൾ സെലക്ട് ചെയ്തു. പിന്നെ പൊന്നൂസ് ഉള്ളതുകൊണ്ട് തന്നെ മക്കളുടെ കാര്യത്തിന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അവൻ്റെ പിന്നാലെ ഇങ്ങോട്ട് അല്ലൂസും തുമ്പിയൊക്കെ അവൻ എന്നെ ഫുള്ള് എടുത്ത് നടക്കുക. പിന്നെ ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ ഫാൻസിക്ക് വെച്ച് പിടിച്ചു കൂട്ടാ. പിന്നെ നെയിൽ പോളിഷ് കണ്ടെങ്കിൽ എനിക്ക് ഭ്രാന്താണ് ഗൈസ്. ഞാൻ കുറേ കളറുകൾ എടുക്കും. പക്ഷെ ഞാൻ എടുത്ത കളർ തന്നെയാട്ടാ മാക്സിമം എടുക്കുക. എനിക്ക് ചില കളറുകൾ മാത്രമേ സ്യൂട്ടായ പിന്നെ അത് മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളൂ കേട്ടോ. പിന്നെ അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ തിയേറ്ററിലേക്ക് വീണ്ടും നടന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊരു 9:15 ആവണോട് കൂടിയിട്ട് തന്നെ നമ്മൾ തിയേറ്ററിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണ്ടേ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ എപ്പോഴും തിയേറ്ററിൽ വരുമ്പോൾ ഈ ഒരു സാധനം ഒഴിച്ചു കൂടാറില്ല. എനിക്ക് ഗ്രേപ്പ് ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതെപ്പോൾ ഞാൻ തിയേറ്ററിൽ വരുമ്പോൾ ഈ സംഭവം വാങ്ങിക്കാറുണ്ട്. അങ്ങനെ സിനിമയൊക്കെ തുടങ്ങി നല്ല അടിപൊളി സിനിമയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫുള്ള് ഇത് കണ്ടിരുന്നുണ്ട്. പെട്ടെന്ന് ഇൻ്റർവെല്ലൊക്കെ ആയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ പെട്ടെന്ന് സിനിമ കഴിയണ പോലും തോന്നിയിട്ടുണ്ടായിരുന്നു. നല്ല സിമ്പിൾ ആയിട്ടുള്ള മൂവി ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കിങ്ങനെ ഹൊറർ സിനിമ അതുപോലെ തന്നെ ക്രൈമൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര എന്തോ ഒരു ചടപ്പായിരുന്നു കേട്ടോ. ചടപ്പല്ല, എന്തോ ഒരു മനസ്സിനൊരു സുഖം ഉണ്ടാവില്ല. പിന്നെ അതന്നെയാവും മനസ്സിലുണ്ടായിരുന്നത്. ഇത് പക്ഷെ ഭയങ്കര റിലാക്സ് ആയിട്ട് കാണാൻ പറ്റിയ അടിപൊളി സിനിമ തന്നെയായിരുന്നു കേട്ടോ. സിനിമ എന്ന് പറയുന്നത് ഏതാ സിനിമ എന്ന് പറഞ്ഞില്ല അല്ലേ. നമ്മൾ ടൂറിസ്റ്റ് ഫാമിലി ആയിരുന്നു കേട്ടോ കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. തമിഴായിരുന്നു. തമിഴ് എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല, എന്നാലും ഞാൻ കാണും ഗൈസ്. എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കാറിൽ കയറി. പിന്നെ ഇത് തുമ്പമ്മയുടെ അടുത്ത് ബായ് പറയാൻ പറഞ്ഞപ്പോൾ അവള് ബായ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്ക് പോണേക്കാൻ മുന്നേ രജിതേച്ചിയുടെ അടുത്തുനിന്ന് തയ്ച്ച് ഡ്രസ്സ് വാങ്ങിക്കാണ്ടായിരുന്നു. 12 മണിക്കായിട്ടും ചേച്ചി ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കല്യാണ സീസൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാവുമല്ലോ. പിന്നെ ഇതാ ഞാൻ അതൊക്കെ വാങ്ങിച്ചു വന്നു. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. വീട്ടിലേക്ക് വിട്ടിട്ട് നമുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ട് ഗൈസ്. അത് കഴിഞ്ഞിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇനി ഉറങ്ങണം എന്ന് വെച്ചിട്ട് പോകണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.